വളരെ ബുദ്ധിപൂർവ്വം ശ്രീജിത്ത് പണിക്കർ ഈ നിസ്സാരമായ ഒരു വിഷയത്തെ ശ്രീജിത്ത് പണിക്കർ കൊണ്ടുപോയി കേട്ടിയത് ഏത് വിഷയത്തിലേക്കാ? പൊതു തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലേക്കാണ്. സർവ്വതും മംഗളമായി ഭവിക്കണേ. ചോദിക്കട്ടെ മഞ്ജുഷേ, ഹൈന്ദവ വിശ്വാസത്തിന് പ്രത്യേകമായി പരിഗണന കൊടുക്കുന്ന ഒരു ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആവശ്യപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? ഞങ്ങൾക്ക് അസൗകര്യമുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഇന്ത്യൻ ജനാധിപത്യമല്ലേ ഈ രാജ്യം. അതിന് കാശുവല്ലോ ഒന്ന് അധികാരികളോട്, സർക്കാരുകളോട്, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരവർഗങ്ങളോട് ഇങ്ങനെ ഒരു അസൗകര്യം ഞങ്ങൾക്കുണ്ട്, അതൊന്ന് മാറ്റിവെക്കാൻ കഴിയുമോ? ഇനി ശ്രീജിത്ത് പണിക്കർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ നമസ്കാരത്തിന്റെ സമയം നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഇലക്ഷൻ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതും ഇതേ മതസംഘടനകൾ തന്നെയാണെന്ന് പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കരോട് ഞങ്ങൾ ഉണർത്തുകയാ. വെള്ളിയാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്നുള്ള രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചതുകൊണ്ട് എന്താണ് തെറ്റെന്ന് സജൽ സൂചിപ്പിച്ചു. പക്ഷേ അതേ സമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ ന്യായീകരിക്കുന്നില്ല കേട്ടോ. ഈ കോളേജിലെ ഈ ഇഷ്യൂവിൽ എന്തായാലും സജൽ ന്യായീകരിക്കുന്നില്ല. അതിന് MSFന് അങ്ങനെ ഒരു ആവശ്യമേ അവിടെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. അത് നന്നായി. അല്ല, നോക്കൂ, ഇവിടെ ശ്രീ സജൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം, അല്ലെങ്കിൽ അതിനു മുമ്പ് ഞാൻ സംസാരിച്ച ഭാഗം ഈ ചർച്ച കഴിയുമ്പോൾ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രീ സജൽ ഒന്ന് കേട്ടു നോക്കണമെന്നുള്ളത് അദ്ദേഹത്തിനോട് എൻ്റെ ഉള്ള ഒരു അപേക്ഷയാണ്. ഒരു പൊതു അവധി ദിവസം തെരഞ്ഞെടുപ്പ് വെക്കുന്നത് പോലെയല്ല ഒരു വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വെക്കുന്നത്. എന്ന് വെച്ചാൽ പൊതു അവധി ദിവസം എന്ന് പറയുന്നത് അവധിയാണ് ശ്രീ സജൽ. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് കേരളത്തിൽ അവധിയല്ല. ഇന്നലെ രാത്രി താങ്കൾ എന്ത് പറഞ്ഞാലും, അപ്പൊ താങ്കൾ ഇക്വേറ്റ് ചെയ്യാനായിട്ട് എന്നോടുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം എന്താണ്? ഒന്ന്, ഞായറാഴ്ചയുള്ള ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന, ഞായറാഴ്ച പൊതു അവധിയാണ് സാർ. രണ്ട്, ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു ആഘോഷം, ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു ആഘോഷം വരുന്ന ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് പൊതു അവധിയായിരിക്കും. ഞാൻ പറഞ്ഞത് എന്താ? പൊതു അവധി അല്ലാത്ത ദിവസം. കേരളത്തിൽ എന്താ താങ്കൾ ശ്രീ സജൽ പറഞ്ഞത്? വെള്ളിയാഴ്ചകളെല്ലാം കേരളത്തിൽ അവധിയാണെന്നാണോ? കേരളത്തിൽ വെള്ളിയാഴ്ച ഒരു മുസ്ലിമും ജോലിയില്ല എന്നാണോ പറയുന്നത്? എന്ത് അസംബന്ധമാണ് പറയുന്നത്? കേരളത്തിൽ വെള്ളിയാഴ്ച പൊതു അവധിയല്ല, കേരളത്തിലുള്ള മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞ അതേ വാദം തന്നെ എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? എങ്കിൽ പിന്നെ നമുക്ക് വേറെ ദിവസം ആക്കാം, വ്യാഴാഴ്ചയാക്കാം. ശരി, എനിക്ക് പരാതിയില്ല. പക്ഷെ എന്റെ പോയിന്റ് അതായിരുന്നില്ലല്ലോ. എന്റെ പോയിന്റ് എന്ന് പറയുന്നത് പൊതു അവധി അല്ലാത്ത ഒരു ദിവസം അത് വെച്ചാൽ എന്താണ് കുഴപ്പം? തിങ്കളാഴ്ച വെച്ചാലും എനിക്കൊന്നുമില്ല, വെള്ളിയാഴ്ച വെച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷെ വെള്ളിയാഴ്ച വെക്കുന്നത് പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തിന്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയ നടക്കുമ്പോൾ സാധാരണ രീതിയിൽ പൊതു അവധി അല്ലാത്ത ഒരു ദിവസത്തിന് മറ്റൊരു തരത്തിലുള്ള പ്രാധാന്യം അതിൽ കൽപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു ഇളവ് വേണം, ഒരു എക്സംഷൻ വേണം എന്ന രീതിയിൽ പറയുന്നു. ഇതിന്റെ എക്സ്റ്റൻഷനാണ് ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ നാട്ടിലുള്ള ആൾക്കാർ സമസ്ത ഉൾപ്പെടെ പറയുന്നത് എന്താണ്? സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ MSFനുമുള്ള ബന്ധം എന്താണെന്ന് അറിയാം. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് ആൾക്കാർ പറയുന്നത് രാവിലെ 8 മണിക്ക് പറ്റത്തില്ലെന്ന്. അത് കാരണം എന്താ? മദ്രസയുണ്ട്, മദ്രസയുടെ സമയമായിട്ട് ക്ലാഷ് ആവും എന്നാണ് പറയുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഒരു ഡിമാൻഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി അറിയാത്ത ആൾക്കാരാണോ നിർമ്മല കോളേജിൽ പഠിക്കുന്നത്? അത് താങ്കൾ ചിലപ്പോൾ കുട്ടികളാണെന്ന് പറയും, പക്ഷേ ആ കോളേജ് അധികാരികൾ അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല പിന്നെ എന്തായാലും ഒരു ഡിമാൻഡ്, ഒരു റിക്വസ്റ്റ്, ഒരു താല്പര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഇന്റൻഷൻ നോട്ട്, അത് കൊടുക്കുന്നതിന് എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് എന്നും അതിന്റെ സാമാന്യ മര്യാദ എന്താണ് എന്നും അറിയാത്ത ആൾക്കാരല്ല കേരളത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന ഒരാൾ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? MSF എന്ന് പറയുന്ന സംഘടനയിലുള്ള അംഗങ്ങളോ നിങ്ങളുടെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരോ ഇതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ നടപടി എന്താണ്? ശ്രീ മഞ്ജുഷേ,
ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ അദ്ദേഹത്തോട് തന്നെ തിരിച്ചാവശ്യപ്പെടുകയാണ്. അടിപൊളി. ഈ വിഷയമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ സംഘടന വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിനകത്ത് ബന്ധമില്ല, ഞങ്ങളെ പോലുള്ള ആൾക്കാരെ പല സ്ഥലത്തും ഇറക്കിയിരിക്കും 650 രൂപ കൂലിക്ക്. ഞങ്ങളുമായി ബന്ധപ്പെട്ടവരല്ല, ഞങ്ങൾക്ക് ഈ ആവശ്യമില്ല, ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ നിറവേറ്റിക്കൊള്ളാം, ഞങ്ങളെ ഈ ഇതിനകത്തേക്ക് വലിച്ചഴക്കേണ്ട, ഞങ്ങൾക്ക് ഇതിനുമായി ബന്ധമില്ല, ഞങ്ങളുടെ ഐഡന്റിറ്റി ഇല്ല, ഞങ്ങളുടെ അടയാളങ്ങളില്ല, ഞങ്ങൾക്ക് ഇതിന് ആവശ്യമില്ല. വിശ്വസിക്കാം, വിശ്വാസം അതൊക്കെയാണല്ലോ എല്ലാം. എന്റെ പൊന്നോ വേണ്ട. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി.